ഇന്നലെ മലപ്പുറത്ത് നിന്ന് കേട്ട കൊലപാതക വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. 14 വയസ്സുകാരിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന സംശയത്തിലാണത്രേ. പ്രതിയായ 16-കാരനെ തവനൂർ ജുവനൈൽ ജസ്റ്റിസിന് മുൻപിൽ ഹാജരാക്കിയ ശേഷം ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. ഇംതിയാസ് പറയും വിവരങ്ങൾ. ടോക്സിക് പ്രണയബന്ധമായിരുന്നു മലപ്പുറം കരുവാരക്കുണ്ടിൽ കൊല്ലപ്പെട്ട 14 വയസ്സുകാരിയും 16-കാരനായ ആൺസുഹൃത്തും തമ്മിലുണ്ടായിരുന്നത്. തൻ്റെ കാമുകിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം അതാണ് ഒടുവിൽ ക്രൂരബലാത്സംഗത്തിലേക്കും കൊലപാതകത്തിലേക്കുമൊക്കെ എത്തിച്ചത് എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ വ്യാഴാഴ്ച അനുജത്തിക്കൊപ്പം സ്കൂളിലേക്ക് പോയതായിരുന്നു ഈ 14-കാരി. എന്നാൽ സ്കൂളിൽ എത്തിയിരുന്നില്ല. വ്യാഴാഴ്ച വൈകിട്ട് തിരിച്ച് വീട്ടിലെത്താതായതോടുകൂടിയാണ് വീട്ടുകാരും നാട്ടുകാരുമൊക്കെ പെൺകുട്ടിക്കായി അന്വേഷിച്ച് ഇറങ്ങുന്നത്. ഒടുവിൽ ആൺസുഹൃത്തും സ്കൂളിലേക്ക് എത്തിയിട്ടില്ലെന്ന് മനസ്സിലായതോടുകൂടി അന്വേഷണം ആൺസുഹൃത്തിലേക്ക് നീണ്ടു. ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ആദ്യമൊന്നും കുറ്റം സമ്മതിച്ചിരുന്നില്ല, പെൺകുട്ടിയെ കണ്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും താൻ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നും കൊലപ്പെടുത്തിയെന്നും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പ്രാഥമികമായി 16-കാരൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ കുറ്റിക്കാട്ടിൽ, അതായത് പുള്ളിപ്പാടത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ മൃതദേഹം കാണിച്ചു കൊടുത്തതും ഈ 16-കാരൻ തന്നെയാണ്. അതായത് ഈ കുറ്റകൃത്യത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നതിൽ ഇയാൾ ഒറ്റയ്ക്കാണോ, 16-കാരൻ ഒറ്റയ്ക്കാണോ, മറ്റാരുടെയെങ്കിലും സഹായം ഈ 16-കാരന് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഈ 16-കാരൻ്റെ മൊബൈൽ ഫോൺ പോലീസ് വാങ്ങിയിട്ടുണ്ട്. 16-കാരൻ്റെ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ ചാറ്റുകളും സുഹൃത്തുക്കളുമായുള്ള ഫോൺ സംഭാഷണങ്ങളും അടക്കമാണ് പരിശോധിച്ചു വരുന്നത്. ഇത്തരം പരിശോധനകൾ, സയന്റിഫിക് പരിശോധനകൾ നടന്നാൽ മാത്രമേ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. അതിനും അപ്പുറം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും ഈ ആൺസുഹൃത്ത് പലതവണ വീട്ടിലെത്തി ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പ്രണയബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇത് പലപ്പോഴും വിലക്കുകയും ചെയ്തിരുന്നു. ഈ പ്രണയബന്ധവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കൂട്ടാക്കാതെ അവർ ഇരുവരും മുന്നോട്ട് പോയി എന്നുള്ളതാണ് കാര്യം. ഒടുവിൽ ഈ ശല്യം കാരണം പോലീസിൽ പരാതിയും നൽകിയിരുന്നുവെന്ന് ബന്ധുക്കളടക്കം പറയുന്നുണ്ട്. ജെ ബോർഡിന് മുൻപിൽ ഈ 16-കാരനെ ഹാജരാക്കുകയും അതിനുശേഷം ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്.